ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചിത്രം ഏതാണ്ട് തെളിയുന്നു. ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഇന്ന് വൈകുന്നേരം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനായിരിക്കും. അദ്ദേഹം സജീവമായി പ്രചാരണ രംഗത്ത് വന്നു കഴിഞ്ഞു എന്ന് പ്രേക്ഷകർക്ക് അറിയാം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, നമുക്ക് ലഭിച്ച വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. എന്തായാലും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് കോട്ടയത്ത് കളം തെളിഞ്ഞിരിക്കുകയാണ്. നേരത്തെ തോമസ് ചാഴിക്കാടനെ LDF സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രചരണം ആരംഭിച്ചു. അതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഔദ്യോഗികമായി UDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് അത് ഫ്രാൻസിസ് ജോർജിലേക്ക് തന്നെ ആ സ്ഥാനാർത്ഥിത്വം എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം തന്നെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്ന ഒരു സീറ്റാണ്. KM മാണിയുടെ മരുമകൻ MP ജോസഫ് അടക്കമുള്ളവർ സജീവമായി തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നാൽ അവസാനമായി ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന നേതാവിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFിൽ നിന്നും സീറ്റ് ഏകദേശം ലഭിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസിന്. അവസാനവട്ട ചർച്ചകൾ മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ഇന്ന് ഒരു അന്തിമ വിവരം അവർക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി കോട്ടയത്ത് PJ ജോസഫ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്രാൻസിസ് ജോർജിലേക്ക് തന്നെ അവസാനമായി ചർച്ചകൾ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾ കോട്ടയത്ത് പരസ്പരം ഏറ്റുമുട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ചിത്രമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.